പരീക്ഷയിൽ ജയിച്ചതുകൊണ്ട് മാത്രം ഒരാളും ജീവിതത്തിൽ വിജയിക്കുന്നില്ല. ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പരീക്ഷണങ്ങളെ അതിജീവിക്കണം. ഈ പരീക്ഷണങ്ങളിൽ പതറാതെ അവയെ അതിജീവിച്ചോ അവയെ മറികടന്നോ അവയെ നേരിട്ടുകൊണ്ടോ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. ഈ മേരി ഫോർലിയുടെ അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കാരണം ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ഒന്നിൽ നിന്നും മാറി നിന്നിട്ടില്ല, ഒന്നിനെയും അഭിമുഖീകരിക്കാതെ പോയിട്ടില്ല, എല്ലാം അഭിമുഖീകരിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ഒന്നുകിൽ ഞാൻ വിജയിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിക്കും. ഞാൻ പരാജയപ്പെടില്ല. ഒന്നുകിൽ അത് ഞാൻ വിജയിക്കുന്ന ഒരവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് പഠിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അങ്ങനെ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരുപാട് കടുത്ത അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ചിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. ബിസിനസ് സ്കൂൾ, ബി സ്കൂളിൻ്റെ ഓൺലൈൻ 6 ആഴ്ചത്തെ കോഴ്സ് നടത്തുന്ന ഒരു വ്യക്തിയാണ് അവർ. അവരുടെ ബി സ്കൂളിൻ്റെ പ്രത്യേകത അത് മൂല്യാധിഷ്ഠിതമാണ്, സൃഷ്ടിപരമാണ്, അർത്ഥവത്താണ്, പ്രോഫിറ്റബിളാണ്, ലാഭകരമാണ്. അങ്ങനെയുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നുള്ളൂ. അതാണ് അവർ, കാരണം അവർ പറയുന്നത് ഞാൻ അനുഭവങ്ങളിൽ നിന്നും പഠിച്ചെടുത്ത പാഠങ്ങളാണ്. അപ്പോൾ എത്തിക്കൽ ബേസ് ഇല്ലാത്തൊരു കാര്യം അവർ ചെയ്യുകയില്ല, ധാർമ്മിക അടിത്തറയില്ലാത്ത. എന്തുകൊണ്ട് അവരുടെ ഒരു അഭിപ്രായമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ മാറി നിന്നിട്ട് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല. മറികടന്നാലും ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. മറികടക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മലർന്നടിച്ച് വീണേക്കാം. മലർന്നടിച്ച് വീണാലും അത് നമുക്കതൊരു പാഠമായിട്ട് എടുക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു നിരാശ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഞാൻ തോറ്റു എന്നുള്ള രീതിയിൽ വിട്ടുകൊടുത്താൽ ഒരിക്കലും മുന്നോട്ട് പോകാനും ആവില്ല. ഈ സെനക്ക എന്ന് പറയുന്ന അമേരിക്കൻ സ്കൂളിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ജെം അല്ലെങ്കിൽ ഒരു രത്നം എന്തുമാത്രം ഉരച്ചെടുത്തിട്ട് അത് നല്ല രത്നമായിട്ട് മാറുന്നത്. അങ്ങനെ ഒരു രത്നത്തെ നമ്മളിന്ന് കാണുന്ന രീതിയിൽ ആക്കി തീർക്കാൻ ഒരുപാട് ഉരസലുകൾ അത് നേരിടേണ്ടി വന്നുകൊണ്ടെങ്കിൽ, ഫ്രിക്ഷൻ നേരിടേണ്ടി വന്നുകൊണ്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും അത്രമാത്രം രത്നസമാനമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തേച്ച് മിനുക്കലിലൂടെ കടന്നു പോകേണ്ടി വരും എന്നർത്ഥം. ആ തേച്ച് മിനുക്കൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ നാം നേരിടുന്ന കടുത്ത അനുഭവങ്ങളാണ്. ദുരനുഭവങ്ങളാവാം, അല്ലെങ്കിൽ പ്രതിസന്ധികളാവാം, അല്ലെങ്കിൽ അത്രമാത്രം നമുക്ക് ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ സ്ട്രെസ് തരുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയുണ്ടാവാം. വിജയിക്കണമെന്നില്ല എല്ലായ്പ്പോഴും, പക്ഷെ അവയെല്ലാം നമുക്ക് പാഠങ്ങളാണ്. നമ്മെ തേച്ച് മിനുക്കാനായിട്ട് നമ്മുടെ ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ള അനുഭവങ്ങൾ. അങ്ങനെ നമ്മൾ തേച്ച് മിനുക്കപ്പെടുകയാണ് ഓരോ അനുഭവങ്ങളിലൂടെയും എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് രത്നസമാനമായ ഒരവസ്ഥയിൽ എത്തിച്ചേരാമെന്നുള്ള ഒരു സത്യം നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതയാത്ര തുടരാനാവും. അപ്രകാരമുള്ള ഒരു പ്രതീക്ഷയിലും പ്രത്യാശയിലും ജീവിതത്തെ പിടിച്ചു നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് ആവട്ടെ. നമ്മുടെ ട്രയലുകളാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഓരോ തവണയും നമ്മൾ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ മലയാളത്തിൽ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് പറയാൻ കാരണം. കാരണം അത്രമാത്രം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് പിന്നീടുണ്ടാകുന്ന ചെറിയ ചെറിയ തിരിച്ചടികളൊന്നും ഒരിക്കലും ഒരു ആഘാതവും സൃഷ്ടിക്കില്ല. കാരണം ആഘാതം സൃഷ്ടിക്കാതിരിക്കത്തക്കവണ്ണമുള്ള ശക്തി ആ വ്യക്തി നേടിക്കഴിഞ്ഞു. അങ്ങനെ ആ ശക്തിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.